ഒരു മജ്‌ലിസിൽ ഒരു പെണ്ണിനെ പറ്റി പറയപ്പെട്ടു. ഒരു പെണ്ണ് ഹിജ്റ വന്നതോ മറ്റൊരു ഭർത്താവില്ല, ഒരു പെണ്ണ് ഹിജ്റ വന്നിട്ടുണ്ട്. ഒരു സംഘത്തിൽ ഒരു പെണ്ണുണ്ട്, ഭർത്താവില്ല. ആ പെണ്ണിനെ പറ്റി പറയപ്പെട്ടപ്പോൾ ഖാമ റജുലുൻ മിനൽ മജ്‌ലിസി, ആ കൂട്ടത്തിൽ ഭാര്യ ഇല്ലാത്ത ഒരാൾ എണീറ്റ് നിന്നിട്ട് നബിയോട് പറഞ്ഞു, സവ്വിജ്നിഹാ, ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു നബിയെ, എനിക്ക് ഭാര്യയില്ല. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ തസ്തതിഉൽ ബാഅ, പെണ്ണിനെ കെട്ടിച്ചൊക്കെ ഞാൻ തരാം, പക്ഷെ ചെലവിന് കൊടുക്കേണ്ടി വരും, അതിന് കഴിയുമെന്ന് ചോദിച്ചു. ഫഖാലല്ല, അത് കഴിയൂല. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ചെലവിന് എടുക്കാൻ കഴിയാത്തവർക്ക് നല്ലത് നോമ്പ് നോൽക്കല. മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, പെണ്ണിന് ചെലവ് കൊടുക്കാൻ കഴിയുന്നവർ കെട്ടിയാൽ മതി. വമൻ ലം യസ്തതി', ഒരാൾക്ക് ചെലവ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫഅലൈഹി ബിസ്സൗം, നോമ്പ് നോറ്റോട്ടെ. ഫഇന്നഹു ലഹു വിജാഅ്, അത് അവനുള്ള പരിചയമാണ്. ഫഇന്നഹു ലഹു വിജാഅ്, അത് അവനുള്ള പരിചയമാണ്. എന്താ പറഞ്ഞർത്ഥം? മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വികാരം ഉണ്ടാവും. അപ്പോൾ അവന് പെണ്ണ് വേണ്ടി വരും. ഓന് ഭക്ഷണം കേൾക്കും, ഓൻ കണ്ടെടുത്തൊക്കെ കയറി തിന്നുന്ന് അല്ലാതെ ഒരു പെണ്ണിന് തിന്നാൻ കൊടുക്കാനുള്ള കഴിവൊന്നവന് ഇല്ല. അങ്ങനെ വെക്കുക. അപ്പം എന്നാൽ നല്ലതെന്താ? നോമ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ അത് ലാസ്റ്റ് പറയേണ്ട വർത്താനം, അതിന് മുമ്പ് 1-2 വർത്താനം പറയേണ്ടതുണ്ട്. തിരിഞ്ഞില്ല. നമ്മൾ നബി പറഞ്ഞതിൻ്റെ ഉള്ളിക്കിറങ്ങി. ഒരു മനുഷ്യൻ തിന്നാൽ എന്തുണ്ടാവും? കരുത്തുണ്ടാവും. കരുത്തുണ്ടെങ്കിൽ വികാരം ഉണ്ടാവും. അപ്പോൾ പെണ്ണിട്ടേണ്ടി വരും. അതിന് പെണ്ണിട്ടിയാൽ ചെലവ് കൊടുക്കണം. അത് ഇയാൾക്കോട്ട് കഴിയൂല. അപ്പം ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ കർഷകർക്ക് ചില കാര്യങ്ങളാണ്. കൃഷിക്കാർ ഉടച്ച കാളയും ഉടക്കാത്ത കാളയുണ്ട്. ഉടക്കാത്ത കാളിനെ നോക്കാൻ വെക്കാൻ പറ്റില്ല. കാരണം നോക്കാൻ വെച്ചാൽ പായും, അതിന് ദമ്മ് കൂടും. മനസ്സിലായില്ല? ഞാൻ മലയാളം അപ്പം പറഞ്ഞ തിരിഞ്ഞോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ അസിന് കർഷക കുടുംബം, വലിയ അപ്പ ബാപ്പ അവരൊക്കെ കർഷകരാണ്, ഒക്കെ കർഷക. അന്ന് ട്രാക്ടറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒക്കെ പാടം പണിക്കാർ വെച്ച് പൂട്ടായി. അപ്പം തറവാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാളകളുണ്ടാവും. അപ്പോൾ പശു പ്രസവിച്ച് 2 കൊല്ലം കഴിഞ്ഞാൽ കാളക്കുട്ടി ഉണ്ടാവും. ഈ കാളക്കുട്ടി മേഞ്ഞ് പാഞ്ഞ് നടക്കും. കാരണം ഭയങ്കര ദമ്മായിരിക്കും ഇനി. അപ്പോൾ ഇനി ഇതിനെ പൂട്ടാൻ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഇതിനെ ആർക്കാൻ കൊടുക്കണം. അത്രയല്ലേ ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ ഉപദ്രവം ചെയ്യും. മനസ്സിലായില്ല? ഈ കാളക്കുട്ടികൾക്ക് ഒന്നിരിക്കൽ അതിനെ പൂട്ടാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അറുത്ത് തിന്നണം. ഇല്ലെങ്കിൽ അത് വലിയ ഉപദ്രവം ഉണ്ടാക്കും. വലിയ ഉപദ്രവമാണ്, ഭയങ്കര ഉപദ്രവം ഉണ്ടാക്കും. അപ്പോൾ ഒരു 2 വയസ്സ് കഴിഞ്ഞാൽ ഈ കാളക്കുട്ടികളെ ഉടക്കും. എന്തിനാ ഉടക്കണത്? ദുർബലമാക്കാൻ. തടിയൊന്നാണ് ദുർബലായി, ഇനി അത് ദമ്മെടുക്കൂല. പിന്നെന്ത് ചെയ്തു കൊടുത്താലും നോക്കം വെച്ച് കൊടുത്താൽ നിന്ന് കൊടുക്കും. മറ്റേ നോക്കം വെച്ചാൽ നോക്കം പൊളിച്ചു പായും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം കരുത്തുള്ള മനുഷ്യനെ എന്ത് ചെയ്യാ? കരുത്തുള്ള കാളക്കാണെങ്കിൽ ഉടച്ചിട്ട് എന്ത് ചെയ്യാം? ദുർബലാക്കാം. കരുത്തുള്ള ആണിനെ ഉടക്കും. എന്തുകൊണ്ടാണ് അവിടെ ഉടക്കുന്നത്? പാറി മനുഷ്യന്മാരെ അവനാണ് വിശപ്പിച്ചു, വിശപ്പട് കൂടി. അപ്പോൾ അവന് പരിചയമായി, ഞാൻ പെണ്ണുങ്ങളെ മേലെ മൂക്കെടുക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? 2 തമ്മാടികൾ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കാന്ന് സങ്കല്പിക്കുക. ഏതെങ്കിലും ആരാന്റെ പെണ്ണുങ്ങളെ നോക്കി നടക്കാണ് 2 തമ്മാടികളും സങ്കല്പിക്കുക. നടന്നിട്ട് അവർക്ക് തിന്നാൻ കിട്ടിയില്ല. ഒരുത്തന് പറ്റ വിശന്ന് ഓന് കണ്ണാണാതായി. അപ്പൊ മറ്റോൻ പറഞ്ഞതാ ഒരു പെണ്ണത പോണ് പറഞ്ഞ പെണ്ണും പെരിച്ചായി. മുറുക്ക് വെള്ളം എവിടെ കിട്ടാൻ നോക്ക്. സത്യല്ലേ? അപ്പൊ ആ പെണ്ണിനെ നോക്കുന്നതിന് തൊട്ട് പിന്നെ പരിചയമായി. എന്ത് വിശപ്പ്? അങ്ങനെ പറയേ ജാണാൻകുട്ടി, അത് പറയേ. ഇവനിവിടെ പെണ്ണിനെ നോക്കണില്ല. പെണ്ണിനെ നോക്കാൻ പൂതിയുള്ളവനല്ലേ അവൻ. പാറയുടെ ചങ്ങാതി. ഇവന് പെണ്ണിനെ നോക്കാൻ പൂതിയുള്ളവനല്ലേ? ആണ്.
പെണ്ണിലേക്ക് പൂതിയുള്ളവനല്ലേ? ആണ്. പക്ഷെ ഇപ്പൊ നോക്കണില്ല. എന്തുകൊണ്ട്? കണ്ണീരിട്ടടച്ചു. എന്തുകൊണ്ട്? വിശപ്പുണ്ട്. ആ വിജാ ഇന്നില്ല. ഇന്നെവിടെ വിജാ? നല്ലോണം ഒരു കാര്യം റസൂലുള്ള പറയുമ്പോൾ അതങ്ങോട്ട് തുറന്നാണ് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഈ ഒറ്റ ഹദീസ് നോക്കി. അപ്പം മജ്‌ലിസിൽ പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ എനിക്ക് കെട്ടിച്ചേരി എന്ന് ഈ സ്വഹാബി പറയാനുള്ള കാരണം എന്താ? ഈ സ്വഹാബിക്ക് എന്തുണ്ട്? ശരീരത്തിന് കൂവത്തുണ്ട്. മനസ്സിലായില്ല? ഒരു അവിടെ ഒരാള് എന്താ പറയാ ക്ഷയരോഗം പിടിച്ച് കുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഹാബി പറയോ എനിക്ക് കെട്ടിച്ചേരി? എന്ത് മനുഷ്യന്മാരങ്ങൾ! ഒരു അന്തത്തിൽ എന്താ ആലോചിക്കാത്ത? അന്തത്തിലാലോചിക്ക്. സഹാബികളൊക്കെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിനെ പറ്റി പറയപ്പെട്ടു. ഒരു പെണ്ണിനെ പറ്റി പറയപ്പെട്ടു. അപ്പോൾ ഒരാളാണ് എണീറ്റു. അങ്ങനെ ഭർത്താവൊന്നുമില്ലാതെ ഹിജ്റ വന്ന പെണ്ണാണെങ്കിൽ ഓളെ എനിക്കായിക്കോട്ടെ നബി, എനിക്ക് കെട്ടിച്ചേരി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെയും ആണിനെയും ഭർത്താവും ഭാര്യ ഇല്ലാത്തവരെ പിടിച്ച് കുടുംബമാക്കി ഒന്നാക്കി ഭാര്യ ഭർത്താക്കളാക്കി വിവാഹം ചെയ്തു കൊടുക്കുന്ന ഖാദിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഖാദി മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. ഇവിടെ ആരും വേണ്ട. റസൂലുള്ളാഹിനെക്കാളും വലിയൊരു വലിയുമില്ല. എല്ലാ മുഅ്മിനീങ്ങളുടെയും വലിയാണ് ആര്? ഹബീബായ റസൂലുള്ളാഹ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുക്കുക. ഭാര്യ ഒരാൾക്ക് ഭാര്യയല്ല, ഒരാൾക്ക് ഭർത്താവില്ല. അപ്പൊ ഈ സംഭവം പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ എണീറ്റ് എന്നിട്ട് പറയാണ് ആ പെണ്ണ് എനിക്കായിക്കോട്ടെ, എനിക്ക് കെട്ടിച്ചേരി നബിയെ എന്നീ സ്വഹാബി പറയാനുള്ള കാരണം എന്താ? ഈ സ്വഹാബിക്ക് ദമ്മുണ്ട്, ഈ സ്വഹാബിക്ക് കരുത്തുണ്ട്, ഈ സ്വഹാബിക്ക് കൂവത്തുണ്ട്. അപ്പോൾ ചോദിച്ചു ചെലവ് കൊടുക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ എന്നാ പറഞ്ഞു ചെലവിന് കൊടുക്കാൻ കഴിയാത്ത ഒരു നിങ്ങളെപ്പോലത്തെ ഒരു, അതായത് എന്തുണ്ട് എന്തുമില്ല. ദമ്മുണ്ട്, ചെലവ് കൊടുക്കാൻ കഴിയൂല. എന്നാ ദമ്മാണ് കുറച്ചാളി, അല്ലെങ്കിൽ ചെലവിന് കൊടുക്കാൻ വഴി ഉണ്ടാക്കിക്കോ. അല്ല പെണ്ണുങ്ങളെ കെട്ടിയിട്ട് കോട്ട് പോയിട്ട് നടത്താൻ പറ്റൂല. തിന്നാൻ കൊടുക്കണം. തിന്നാൻ കൊടുക്കാൻ കഴിയൂലേ? എൻ്റെ ദമ്മണ് കുറച്ചാളാ. എങ്ങനെ ദമ്മ് കുറക്കുക? നോമ്പ് വെക്കുക. അന്നത്തെ നോമ്പ്, ഇന്നത്തെ നോമ്പ് ദമ്മ് കൂടിയുള്ളൂ. നോമ്പ് അവന് പരിചയാണ്. നോമ്പ് അവന് പരിചയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നോമ്പാണ് നോറ്റാ പെണ്ണിനെ നോക്കാൻ തോന്നൂല. എന്തുകൊണ്ട്? വിശപ്പുകൊണ്ട് കണ്ണിരിച്ചടക്കും, ദാഹം കൊണ്ട് കൊല്ലി പറ്റും. പിന്നെ ഇത് പെണ്ണ്. പറഞ്ഞ മനസ്സിലായോ? ഒരു മുറുക്ക് വെള്ളം ഇവിടെ ഇല്ല. എന്താണ് പറഞ്ഞ വാക്കിന്റെ ഒക്കെ അർത്ഥം? ഇന്നിപ്പോ നോമ്പ് പറ്റാലും ഒരുത്തന്നെ ബസ് സ്റ്റോപ്പിൽ കരി കുത്തിരിക്കാം. ആരാ പെണ്ണുങ്ങൾ വരുന്നത് പോകണമെന്ന് നോക്കും. ഓൻ എന്ത് വിചാരാണ്? നിങ്ങളിൻ്റെ കൂടെ അല്ല. പെൺകുട്ടികൾ കോളേജിലേക്ക് വരുന്നതും പോകണമെന്ന് നോക്കി ബസ് സ്റ്റോപ്പിൽ അങ്ങനെ കുത്തിരിക്കും. ഓനെ എന്തുവാണ്? നോമ്പ് പറഞ്ഞു. നോമ്പ് പറ്റി രാവിലെ സുബഹിയൊക്കെ പള്ളിക്കൽ നിസ്കരിച്ച് ബസ് സ്റ്റോപ്പിൽ അവിടെ കുത്തിരുന്നു. ആരെ പെണ്ണുങ്ങളൊക്കെ വരണോ, ആരെ പെണ്ണുങ്ങളൊക്കെ പോകണമെന്ന് ഓനെ അങ്ങനെ നോക്കാം. ഓനെങ്ങനെ വിചാരാണ്? ഓനെ കുറ്റം പറയാം. ഇതൊക്കെ പരിചയം നല്ല നമ്മക്ക് തോന്നുന്നൊന്നും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇജ് നോമ്പ് പോറ്റിട്ടില്ല. നോമ്പ് പോറ്റ വിജാവും. നോമ്പ് ഈ വികാരമുള്ള കൂവത്തുള്ള ദമ്മുള്ള ആണുങ്ങൾക്ക് വിജാ ആണ്, പെണ്ണിന് വിജാ ആണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ വികാരം ഉണ്ടാവില്ല. പൂരത്തിന് ആന എന്താ പറയുക, മതം പൊട്ടി ആന ഓടി. അപ്പോൾ ആളുകളൊക്കെ പാഞ്ഞു. അപ്പോൾ പാഞ്ഞ് ആളുകളൊക്കെ അതൊരു ഫലിതാണ്. അപ്പോൾ ആളുകളൊക്കെ ഈ ആന വരണ്ടപ്പോൾ ആളുകൾ പൂരത്തിൽ പങ്കെടുക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പാഞ്ഞു. അപ്പോൾ പത്രക്കാർ ഇത് സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് പത്രക്കാർ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അഭിമുഖീകരിച്ച് ചോദിച്ചു, ആന മതം പൊട്ടി വന്നപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? അപ്പോ എന്ത് വികാരം? ആന കൊല്ലാൻ വരുന്നത് എന്ത് വികാരം? ആനക്കെന്താ പിരാന്ത് എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ഒന്നും ഉണ്ടാവില്ല.
അവിടെ വേറെ അർത്ഥത്തിലാണ് അയാൾ ചോദിച്ചത്, ഇവൻ വേറെ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇപ്പൊ കണ്ണിരിട്ടിറക്കണവൻ എന്ത് വികാരാണ്! എന്താ കണ്ണിരിട്ടിറക്കണം? ഈ ഒരൊറ്റ വാക്ക് ആലോചിച്ചാൽ നമുക്ക് നോമ്പിനുള്ളിൽ മനസ്സിലായി. നോമ്പ് നോറ്റാൽ അപ്പൊ നേരം വെളുത്തിട്ട് വീണ്ടും കൂവത്ത് ബാക്കിയാവുന്ന ഭക്ഷണം അത്താഴത്തിൽ കഴിക്കാൻ പാടില്ല. നേരം വെളുത്തപ്പത്തിന് വിശന്നു പിന്നെ അവിടെ ബസ് സ്റ്റോപ്പ് പോയി കുത്തിരിക്കൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. സൂക്ഷിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂട്ടം കൂടാതിരിക്കുക. ഇല്ലെങ്കിൽ എന്നെപ്പോലത്തെ കൂട്ടക്കാരോട് ആദ്യം തന്നെ പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ആയിക്കോട്ടെ, എൻ്റെ വണ്ടി കയറുന്നവർക്ക് എന്തുണ്ട്, ഞാൻ ചായക്ക് നിർത്തൂല, ഞാൻ അവിടെ നിർത്തൂല, ഞാൻ ഇവിടെ നിർത്തൂല, ഞാൻ വലിയ തീറ്റ തിന്നൂല, അതിനൊന്ന് പറ്റുന്നവർ കയറിക്കളഞ്ഞ് മറ്റേ വണ്ടി കയറിക്കോളി. ഞാൻ നോമ്പ് കാലത്ത് നമുക്കൊരു കൊയിലാണ്ടി പോണ്ടി എല്ലാവർക്കും ഉച്ചക്ക് മഗ്‌രിബിന് ശേഷം ഒരു അത്യാവശ്യം യാത്ര ചെയ്യേണ്ടി വന്നു, ആയിക്കോട്ടെ. ഒരു കല്യാണ പ്രശ്നം പറയാൻ പോവുകയാണ്, ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ വണ്ടി കയറുന്നവർ പറയണം, കണ്ടോടത്ത് നിർത്തിയാൽ തീറ്റ നടക്കൂല, പിന്നെ ഭാര്യ വലിച്ച് തിന്നൂല, നെയ്ച്ചോറും പൊറാട്ടയും നോക്കിയാണ് ഞാൻ കയറൂല. ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ വേണമെങ്കിൽ കാൽച്ചായ വേണമെങ്കിൽ കുടിക്കാൻ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ അതിനെന്നെ സമയം. നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നോമ്പുകാരൻ ചെറിയ ഭക്ഷണം കൊണ്ട് നോമ്പ് ഓർക്കണം. എന്നിട്ട് ഇശാക്ക് മുമ്പ് അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് മൊത്തം ഭക്ഷണം ക്ലോസ് ചെയ്യണം. പിന്നെ ഒന്നും തിന്നരുത്. പണ്ട് ഇടത്താണ്ടായിരുന്നല്ലോ, പണ്ട് നേടുമ്പോഴത്തെ പണി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പണ്ടൊരു ഇടത്തായുണ്ട്. എന്ത്? തെറാവി കഴിഞ്ഞിട്ടൊരു തീറ്റ ഉണ്ട് പണ്ട്. അതിന് നേരം വിളിച്ചാൽ എന്തുണ്ട്? പണിയുണ്ട്, പള്ളർച്ച് പണിയുണ്ട്. ഇന്ന് നമുക്ക് പണിയുണ്ട്, അത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ്. യാസ്ത്രപ്പ് കൂടുന്നല്ലാതെ തടിക്കൊരു ഗുണമില്ല, മനസ്സിലായില്ല? ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് ആണും പെണ്ണും. അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുക, ഇതൊക്കെ തന്നെ ഇന്നത്തെ പണി. ഒരു കായികമായി അവന് അധ്വാനം വേണ്ട ഒരു പണിയും ഏറിയ കൂറും ആളുകൾക്ക് ഇന്ന് ഇല്ല. അങ്ങനെ വല്ല പണിയുണ്ടെങ്കിൽ അത് ബംഗാളികൾ എടുക്കും, നമ്മളാളുകൾക്ക് തീരല്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് നോമ്പ് തുറന്ന് കുറച്ച് ഫ്രൂട്ട്സോ മറ്റോ ഒക്കെ കൊണ്ട് നോമ്പ് തുറന്ന് കാരൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പരിധി വിടാതെ കഴിച്ച് നിർത്തി. പിന്നെ ഒരു ഭക്ഷണം കഴിച്ചോട്ടെ, പക്ഷെ അത് ആ ഭക്ഷണം എന്താവണം? ഇശാൻ്റെ മുമ്പ്. അൽ അശാഉ ഖബ്ലൽ ഇശാഇ, രാത്രി ഭക്ഷണം ഇശാൻ്റെ മുമ്പായിരിക്കണം. അൽ അശാഉ ഖബ്ലൽ ഇശാഇ. അപ്പോൾ ഭക്ഷണം ക്ലോസ് ചെയ്യണം. എപ്പോൾ ക്ലോസ് ചെയ്യണം? കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇറച്ചിയും പത്തിരി, പരിധി വിടാതെ ഇറച്ചിയും പത്തിരിയൊക്കെ കഴിച്ചു, നല്ലതാണ്, ആയിക്കോട്ടെ. നെയ്യുള്ളതൊന്നും പരമാവധി ഒഴിവാക്കുക. ബിരിയാണി മറ്റൊക്കെ ഒഴിവാക്കുക. കൂട്ടം കൂടരുത്. കൂട്ടം കൂടിയാൽ ബിരിയാണി ഉണ്ടാക്കുക അല്ലേ? സമൂഹം നോമ്പുതുറയിൽ എന്താ ഉണ്ടാക്കുക? ബിരിയാണി ഉണ്ടാക്കുക. ഇന്നത്തെ ബദരീങ്ങളാണ്ട് പഴയ ബദരീങ്ങളാണ്ട് രണ്ടാണ്. പണ്ടത്തെ ബദരീങ്ങളാണ്ട് പറഞ്ഞാൽ എല്ലാ പെരീനും എന്ത് ചെയ്യും? പത്തിരി ചൂണ്ടിരും, പള്ളിക്ക് കറി ഉണ്ടാക്കും, എന്നിട്ട് എല്ലാവർക്കും കൂടി കൊടുക്കും. പത്തിരിയും കറിയാണ്. ഇന്ന് എല്ലായിടത്തും എന്താണ്? ഞാൻ കുറ്റം പറയാനല്ല, പക്ഷെ ബിരിയാണിയായി മാറി. ബിരിയാണി പൊതുവെ മനുഷ്യന്മാർക്ക് ക്ഷീണം ഉണ്ടാക്കും. അമിതമായ മനുഷ്യൻ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള എണ്ണയും ഒക്കെ ഉപയോഗിക്കും. പത്തിരി എണ്ണ ഡ്രൈ ആയ സാധനമാണ്. കറിയോ? കറിയിൽ ഇറച്ചി കുറവും കുമ്പളങ്ങ കൂടുതലും ഒരുക്കും നമ്മളെ കുട്ടിക്കാലത്ത്. അല്ലാതെ 3-4 പോത്തിന് വെട്ടിയിരുന്ന പരിപാടി അന്നില്ല. അന്ന് എത്ര വീടാണെങ്കിലും അങ്ങനെ അല്ലേ? പറയും അല്ലേ? ഇളവന്, അതേപോലെ തന്നെ പിന്നെ പൂള, ഇളവന്, ചെരങ്ങ, ഇതൊക്കെ വെട്ടിയിടും. അപ്പം കറിയിൽ ഇറച്ചി കഷ്ണത്തിനേക്കാൾ കൂടുതൽ മറ്റുണ്ടാവും. അപ്പം ഭയങ്കര രസമുള്ള സംഗതിയാണ്. മാത്രമല്ല ഇറച്ചിൻ്റെ കേട് മുഴുവൻ പോവും, ഇറച്ചി അമിതമാവില്ല. ചെരങ്ങയോട് കൂടാണ് ഹബീബ റസൂലുള്ള ലഹം ഉപയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഭക്ഷണത്തിലേക്ക് ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചിയിൽ ചെരങ്ങ പോലത്തെ സാധനങ്ങളുണ്ടാവും. അത് ഈ അടുത്ത കാലം വരെ തുടർന്നു, അപ്പം അതില്ല. മനസ്സിലായി? അപ്പം ആ ബിരിയാണി പോലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക.
സമൂഹ നോമ്പ് തുറകൾ ഒഴിവാക്കുക. അതിലെന്തെങ്കിലും ഒരു മസ്ലഹത്ത്, ഒരു വളരെ നാഫിഅത്തായ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ആകാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഈ നാഫിഅത്തായ മസ്ലഹത്ത് ഏതുപോലെ, ഉദാഹരണം കൂടുതലും മുസ്ലിമീങ്ങളും കൂടിയുള്ള അല്ലെങ്കിൽ ഒരു കൽസുമേനി എല്ലാവരും കൂടിയുള്ള ഒരു നാട്, ആ നാട്ടിൽ പിന്നെ കാലത്താൽ അങ്ങനെ നോമ്പിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു. അപ്പോൾ അവരത് ആഗ്രഹിക്കുമെങ്കിൽ അതൊരു മസ്ലഹത്ത് ജയ്യിദത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കൂട്ടം കൂടി ഒരു സമൂഹ നോമ്പ് തുറന്ന് നടത്താണ്ടാതെ മുസ്ലിമീങ്ങൾ മാത്രമുള്ള നാടുകളിൽ ഈ സമൂഹ നോമ്പ് തുറന്ന് നടത്തുന്നതിൽ യാതൊരു ഖൈറുമില്ല. അതുകൊണ്ട് ഫസാദല്ലാതെ ഒന്നോട്ടില്ലേ, മനസ്സിലായില്ല? അതിലുണ്ടാക്കുന്ന ഭക്ഷണം ഈ ബിരിയാണി ആയിരിക്കും. ആ ബിരിയാണി അത് കാരണം പല ആളുകളെ നിസ്കാരം നേരം വൈകലേ ഉണ്ടാവും. അമിതമായ ആൾക്കൂട്ടത്തെ കൂട്ടിയിട്ടുള്ള നോമ്പ് തുറകൾ ഒഴിവാക്കുക. ഇപ്പോൾ പുതിയാപ്പള സൽക്കാരങ്ങൾ നിർബന്ധമാണെങ്കിൽ തന്നെ അതിലൊരു ഒഴിവാക്കാൻ കഴിയാത്ത ആളുകളെ മാത്രം വിളിച്ചാൽ മതി, വലിയൊരു കൂട്ടം കൂടണ്ട. കാരണം ഈ വലിയ കൂട്ടം കൂടിയാൽ എന്താ ഉണ്ടാകുക? കുറച്ചാളുകളെങ്കിലും വർത്താനം പറഞ്ഞേക്കും. നോമ്പ് തുറക്കുന്ന മുമ്പ് വർത്താനം പറയും, നോമ്പ് തുറന്നാലും വർത്താനം പറയും, നോമ്പ് തുറന്നതിനിടയിലും വർത്താനം പറയും. തൊള്ളമ്മക്ക് ഞാൻ വരുന്നുണ്ട്, തൊള്ളക്ക് അവിടെ ലൈസൻസ് അത് വെക്കണം, വർത്താനം തന്നെ പറയരുത്. എന്താ പറയണത് ഞാൻ പറഞ്ഞുതരാം. ഈ ആവശ്യമില്ലാത്ത വർത്താനം. പിന്നെ ഈ ജാതി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മര്യാദക്ക് നമുക്കൊരു അമല് ചെയ്യാൻ ഒരിക്കലും ക്ഷീണം വരും എല്ലാം. അപ്പോൾ സമൂഹ നോമ്പ് തുറകൾ, പണ്ടത്തെ കാലത്ത് നോമ്പ് തുറ ആവശ്യമാണ്. എന്തുകൊണ്ട്? പട്ടിണിയാണ്. ഇന്നിപ്പോൾ ഒരാൾ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ നമുക്കത് സന്തോഷമോ സന്താപോ പറയും, വിഷമാണ്. എന്തുകൊണ്ട്? വിളിച്ചാൽ പോകല്ല, നിർവാഹമില്ല. മനസ്സിലാണ്ട് പറയാം. കാരണം എന്തുകൊണ്ട് പോകുക? അത്രയും അടുത്ത ആളാണ്, ഇങ്ങനെ പോകാതിരിക്കുക. പോയോ അന്നത്തെ ദിവസം നാശമായി. അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നോമ്പ് അള്ളാഹിൻ്റെ സഹായത്താൽ ഞാൻ വീട്ടിലുണ്ട് എങ്കിൽ ഞാൻ നോമ്പ് തുറന്ന് ഒരു കാർപ്പറ്റോ മറ്റോ വിരിച്ച് നോമ്പ് തുറന്നാൽ ആ നോമ്പ് തുറന്നോട് തന്നെ ജമാഅത്തൊക്കെ അവിടെ തന്നെ നടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്യും. തറാവി അവിടെ നിസ്കരിക്കും. ഇന്നേരം അങ്ങനെ തന്നെയാണ്. തറാവി കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയമുണ്ട്, ആ സമയം നമുക്ക് ചില ദിക്റിനോ അമലിനൊക്കെ ഉപയോഗപ്പെടുത്താം. ഏകദേശം ഒരു ഉറക്കം വരുന്നവരെ. പിന്നെ ഉറങ്ങിയാൽ നമുക്ക് നേരത്തെ ഒരു 3:30-4 മണിക്ക് എങ്ങനെ എണീറ്റാൽ നമ്മളെ കാര്യങ്ങൾ ബാക്കിയും നടക്കും. അതേ സമയത്ത് ഒരാൾ വന്നാൽ, ഇപ്പം എന്നോട് ചില ആളുകൾ ഉസ്താദേ നിങ്ങളെ കാണാൻ വരട്ടെ എന്ന് എന്നോട് സ്ഥിരമായി ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതേന്ന് പറയാറില്ല. എന്തുകൊണ്ട്? സത്യം. ചില ആളുകൾ എന്നോട് പിണങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്? എന്താണെങ്കിലും നമ്മൾ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞ് കുത്തിരുന്നാൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കുത്തിരുന്നാൽ 1 മണിക്കൂർ കൊണ്ട് വിഷയം തീരൂല. ആ സമയം നമുക്ക് ഇതൊക്കെ നല്ലതല്ലേ, നല്ലതാണ് ഒരളവിൽ. പക്ഷെ കഴിഞ്ഞല്ലോ, നിങ്ങൾ പൊയ്ക്കോളി, നമുക്കോലോട് പറയാനും പറ്റൂല. ഞാൻ കാണാൻ വരട്ടെ എന്ന് ഈ പ്രസംഗങ്ങൾ കേൾക്കുമല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ പലരും മാസക്കണക്കിന് ഞങ്ങളെ കാണാൻ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആയിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു കാരണം പറയും. മകൾ മെഡിക്കൽ കോളേജില്ലെന്നറിയും. മകൾ മെഡിക്കൽ കോളേജിൽ എനിക്കെന്താ ഒരു ഉതിർ പറയാം, എന്തെങ്കിലും ഒരു ഉതിർ പറയും. ഞാൻ സംഗതി സത്യമാണ്, മകൾ മെഡിക്കൽ കോളേജിലാണ് പ്രസവിച്ചിറക്കാണ്. എൻ്റെ മോളും ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ കിടക്കണം. അപ്പോൾ എനിക്കൊരു ഉതിറാണ്. നമ്മളെ കൂട്ടത്തിൽ മമ്മദ് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവനും എളാപ്പ മരിച്ചിട്ട് പിന്നെ എന്നും എളാപ്പ മരിച്ചുകൊണ്ട് എനിക്ക് ഒഴിവില്ല എന്നറിയാം. 2 മാസം 3 മാസമൊക്കെ പറയും എന്ന് പറഞ്ഞ മാതിരി പറയാണ്. ഞാനും മകളും തമ്മിൽ ഒരു ബന്ധമല്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ കാലം പോയിട്ടില്ല. പക്ഷെ എന്നാൽ ഇത് ഈ ഉതിർ പറയും. എന്തിനാണ് ഉതിർ പറയുന്നത്? അത് ഞാൻ സത്യം പറയാം. ഉതിർ പറയാന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയും. ഞമ്മക്ക് ഇവരോട് വിളിച്ചാൽ എന്ത് പറയാൻ പറ്റൂല, എന്നാൽ നിങ്ങൾ പോയിക്കോളെന്ന് പറയാൻ പറ്റൂല. ഒരു 10 മനസ്സറിഞ്ഞൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയണം, നേരിട്ട് പോകും. ഇത് കാലം ഏതാ? ഞാൻ അല്ലെങ്കിലും കാലം ഏതാ? ഒരു മൂമിനായ മനുഷ്യൻ 10-60 വയസ്സാകാനായില്ലേ, ഇനി അവനവൻ്റെ കാര്യം നോക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എൻ്റെ അടുത്ത് ജനങ്ങളെ കാണേണ്ടത് അത് അവിചാരിതമായി ഒരു വന്ന് ചാടിയാൽ ഒരു 10 മിനിറ്റ് സംസാരിക്കുകയും ചെയ്യാം, അതിന് വിരോധമല്ല. പക്ഷെ അവർ അതിനായിട്ട് കരുതി വരുമ്പോൾ നമുക്ക് അവർക്ക് സമയം കൊടുക്കണം. വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയും. അതിലൊരു കാര്യമായിട്ടില്ലേനും എന്ത് കാര്യമാണുള്ളത്? മനസ്സിലാവേണ്ടി പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഈ അനാവശ്യമായി ഇന്നത്തെ സമൂഹ നോമ്പ് തുറകൾ 100% ഒഴിവാക്കേണ്ടതാണ്.
അതുകൊണ്ട് മനുഷ്യന് ഇന്ന് ഷർറല്ലാത്ത ഒരു ഖൈറും ഇല്ല. പിന്നെ ഭക്ഷണം, നമ്മൾ എല്ലാ വീടുകളിലും മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടോ അല്ലേ? ഉണ്ട്. നീ ഏതെങ്കിലും ഇല്ലാത്തൊരു വീടുകൾ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം. അത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് പത്തിരിയല്ല, അവർക്ക് ഇപ്പം പറ്റും. അങ്ങനത്തെ ആളുകളെ നമ്മൾ മാലിലുണ്ടാവും. നോക്കി കണ്ടുപിടിക്കൽ ഇന്ത്യങ്ങളും ബാധ്യതയാണ്, ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് നേരത്തെ തന്നെ അരിയും, പിന്നെ എന്താ പറയുക, അരി, മറ്റേ ആട്ട, അത് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. നോമ്പുറപ്പിക്കുകയാണെങ്കിൽ നല്ലത് ഈ ബംഗാളി മുസ്ലിമീങ്ങളാണ്. കാരണം പാവങ്ങൾ ഒന്ന് അവർക്ക് നോമ്പ് ഒരു പണിയാണ്. അവരിൽ നോമ്പുകാരുണ്ട് ഇല്ലേ? പറയും നോമ്പുകാരില്ലേ? നോമ്പുകാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ഒന്ന്, പിന്നെ അവർക്ക് പരമാവധി ലുബ്ധത. കാരണം നാട്ടിൽ പട്ടിണിയാകുമ്പോൾ അവരുള്ളത് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കല്ല, അവിടെ കുട്ടി കൊണ്ടാക്കാൻ അവർ നോക്കുക. ഒന്ന്. രണ്ട്, അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും അവർക്ക് ഇല്ല. അപ്പോൾ ഒരു പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 ബംഗാളികൾ ചോമ്പുറക്കുകയാണെങ്കിൽ ഐറ്റകൾ വർത്താനം പറഞ്ഞുകൊണ്ട് കൂല്ല. എൻ്റെ വാപ്പ മരിക്കണ വരെ കൊല്ലം ബംഗാളികൾ നോമ്പുറപ്പിച്ച് ഒരു വന്നാൽ നോമ്പറന്ന് ഒരു പോകും. ഒരുക്ക് നമ്മളോട് വർത്താനം പറയാനില്ല. വാപ്പാക്ക് ഓരോ ഭാഷ അറിയില്ല, ഒരു വാപ്പാനോ ഭാഷ അറിയില്ല. നോമ്പറക്കും സ്ഥിരം. എൻ്റെ വാപ്പാക്ക് സ്ഥിരം ബംഗാളികൾ നോമ്പുറപ്പിക്കും. അപ്പോൾ ആ കൂലി അങ്ങനെ കിട്ടും. അവരാവശ്യക്കാരുമാണ്. അവർക്ക് നമ്മൾ ഈ വൃത്തിയായി ഉണ്ടാക്കിയ ഇതുപോലത്തെ ഒരു ഭക്ഷണം അവർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല. അതിൻ്റെ സൗകര്യം അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ല. ഇതിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാൾ നോമ്പുറപ്പിക്കാൻ നല്ലത് ഇന്നത്തെ കാലത്ത് നോമ്പ് വെൽക്കുന്ന ബംഗാളിയാണ്. അവരെ നോമ്പുറപ്പിച്ച് എന്നെ കൊണ്ട് കഴിഞ്ഞൊരു 10-500 ആണോ, പിന്നെ സക്കാത്തിൻ്റെ പൈസയോ മറ്റോ ഇനി സദക്കൻ്റെ പൈസ കഴിയുമെങ്കിൽ ഒരു 10-500 റുപ്യ അവരെ കയ്യിലും കൊടുത്ത് അവർ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവർ പറഞ്ഞാൽ അവരാഗ്രഹക്കാരാണ്. നമ്മൾ 970 മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പം ആർക്ക്? ഈ ബംഗാളികൾക്ക്. പൈസ ഇല്ലായിട്ടല്ല, പൈസ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ രണ്ട് കാര്യം, ഒന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും ആലോചിച്ചിട്ട് തിന്നൂല. നമ്മൾ ഗൾഫ് പോയതുപോലെ പരമാവധി തിന്നൂല. തിന്നവന് അയക്കാനൊന്നും ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഗൾഫ് പോയാലും നമ്മൾ പല ആളുകൾക്കും ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അവിടെ ഉണ്ടാക്കാൻ അവർക്ക് സാഹചര്യം, മനസ്സിലാവേണ്ട പറഞ്ഞത്, സാഹചര്യമേ ഇല്ല. അപ്പോൾ ഈ ബംഗാളികളെ നോമ്പുറപ്പിക്കുകയാണെങ്കിൽ അതർക്കടില്ല. എപ്പോഴെങ്കിലും നോമ്പ് തീരുന്ന മുമ്പ് ഒരു ബംഗാളികളെ നോമ്പുറപ്പിച്ചോ. അല്ലാതെ നാട്ടുകാർ മുഴുവൻ ഗീബത്തും നമീമത്തും പറഞ്ഞ് അതിന് 4 ദിവസം 10 ദിവസം നടക്കണം. അതിന് പൈസ ഉണ്ടാക്കണമെങ്കിൽ നോമ്പാണ് തുടങ്ങിയാൽ പൈസ എഴുതാൻ നടന്ന് ഇങ്ങനെ പൈസ എഴുതിച്ച് പിന്നെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ 10 മുതലാളിമാർ കൂടി നോമ്പുറപ്പിക്കുന്നത് അന്നത്തെ ദിവസം എല്ലാവരും കൂടി ഗീബത്തും നമീമത്തും ഒക്കെ പറയും. ഒരു അനിവാര്യമായ സാഹചര്യവും അല്ല. അതേസമയത്ത് ബദരീങ്ങളാണ്ട് മുടക്കുകയും വേണ്ട. അതിൽ പഴയ കാലത്തെ ശൈലിയിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. എന്താ പഴയ കാലത്തെ ശൈലി? എല്ലാ പരിന്ന് എന്ത് ചെയ്യുക? 10 ലിറ്റർ കൊണ്ടുവരിക, ഇവിടെ ഇറച്ചിക്കറി ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുത്തേക്കുക, എല്ലാം 10 കൂട്ടി, എൻ്റെ 10 നിങ്ങളുണ്ടേ, നിങ്ങളെ 10 ഞാൻ കൊണ്ടുപോയി, അങ്ങനെ ഇല്ലേ? അങ്ങനെയല്ലേ പണ്ട് പറയും? എല്ലാം 10 കൊണ്ടേ ഒരു സ്ഥലത്ത് ഒരു സുപ്ര വിരിച്ചിട്ട് വലിയ പായ വിരിച്ചിട്ട് കൂട്ടും. എന്നിട്ട് അത് കൽസ്മേനിയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ അതൊരു ബർക്കത്തുമാണ്. അള്ളാഹു തആല ഖൈറൊക്കെ നിലനിർത്തി തരട്ടെ. ബിരിയാണി വെച്ചിട്ടുള്ള ബദരീങ്ങളാണ്ട് എൻ്റെ കുട്ടിക്കാലത്തില്ല. സത്യമല്ലേ? ഇല്ല. ഒക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു പഴമയുണ്ട്, അതിൻ്റെ നന്മയുണ്ട്. അപ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുക. 8 മണിക്ക് ശേഷം ഭക്ഷണം തന്നെ ഒഴിവാക്കുക. ഒന്നും വേണ്ട. ഏതുവരെ? അത്താഴം വരെ. അത്താഴം പരമാവധി ചോറ് കഴിക്കാതിരിക്കുക. ചോറ് ക്ഷീണം കൂട്ടും. ചോറ് പത്തിരിയൊക്കെ ഒഴിവാക്കുക. അത്താഴത്തിന് നല്ലത് അള്ളാന്റെ ഹബീബ് പറഞ്ഞ എന്ത്? കാരക്ക, ഈത്തപ്പഴം നല്ലതാണ്. ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ലതാണ്, അമിതമാക്കാതെ. കുറച്ച് വെള്ളം കുടിക്കാം. ഇതിന് ഫിസിക്കലായും സ്പിരിച്വലായും നേട്ടമുണ്ടാവും. ഭയങ്കര നേട്ടമുണ്ടാവും. രണ്ടും നേട്ടമുണ്ടാവും. പക്ഷെ കഴിയൂല നമുക്ക്. എന്നാൽ വിചാരിച്ച കഴിയും. എൻ്റെ ഇന്നലത്തെ ലാസ്റ്റ് ഭക്ഷണം നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണമാണ്. എത്ര മണിയാപ്പോൾ? 3:30. 3:30, 4 മണി. ഭക്ഷണം കഴിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു. അതിന് 4 മണി. ഇന്നലെ 4 മണി മൂസക്കുട്ടി ഞാനും കൊയിലാണ്ടിയിൽ വെച്ച് കഴിച്ച ഭക്ഷണമാണ് എൻ്റെ ലാസ്റ്റ് ഭക്ഷണം. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലേ? പിന്നെ ഒന്നും കഴിച്ചില്ല.
പിന്നെന്താ കഴിച്ചത്? പിന്നെ ഞാൻ അത്താഴ നേരത്ത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുന്തിരി കഴിച്ചു. കുറച്ച് മുന്തിരി കിട്ടിയപ്പോൾ കുറച്ച് മുന്തിരി കഴിച്ചു. കഴിഞ്ഞു. വല്ല കേടുണ്ടോ? ഒന്നുമില്ല. മനസ്സിലായില്ല? ഒരു പ്രശ്നമില്ല. എന്നല്ല, ഊർജ്ജസ്വലത കൂടും, കരുത്ത് കൂടും, ഒരു സന്തോഷം കൂടും. ഞാൻ അങ്ങനെ കാര്യമായി എന്നൊന്നും ഇന്നലെയൊന്നും കഴിച്ചിട്ടില്ല. കരുത്ത് കൂടും. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ കുറയും, കുവ്വത്ത് കൂടും, ഒരുപാട് ഗുണമുണ്ട്. ചിന്തിക്ക്. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. എന്ത് പ്രശ്നമല്ല? എന്താണ് പ്രശ്നം? അതേ സമയത്ത് ഞങ്ങൾ പിന്നെയും കൂട്ടം കൂടിയെന്ന് വെക്കുക. ഞാൻ മൂസക്കുട്ടി 8 മണിക്ക് ശേഷം പിന്നെ ഞങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിന്നും. സാറേ നമുക്ക് മന്തി അടിച്ചാൽ വേണ്ടെന്ന് പറയാം. കുറേ മനുഷ്യന്മാരല്ലേ. നല്ല ബീഫ് മന്തി ഉണ്ട് ഇവിടെ. പിന്നെ ഒരാൾ പറയാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മധുവും മഹമ്മത്തും ഒക്കെ പറയും. അവൻ ഹലാലായി ഭയങ്കരമാണ്, അവൻ ഹലാലായിട്ടാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ച അങ്ങനെ. അപ്പോൾ നമുക്ക് തിന്നൊരു സുന്നത്താന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഇതൊന്നൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്തുതരാം. എന്നാൽ എൻ്റെ ഈ വയസ്സുകൊണ്ടാവുന്നത് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ കഴിയും. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തില്ല, ഞാൻ ഇന്നലെ അമിതമായി ഭക്ഷണം രാത്രി കഴിച്ചിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ 8 മണിക്ക് ഹോട്ടലിൽ പോട്ടുക, വർത്താൻ പിന്നെ ഭക്ഷണമില്ല. 8 മണിയോട് തീർക്കണം. 2 കഴിച്ച നോമ്പറക്കുമ്പോൾ ഒരു ചെറിയ പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് ഭക്ഷണം കഴിച്ച് പിന്നെ ഇറച്ചിയും പത്തിരി എന്ത് ചെയ്തു, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അമലുകളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. എന്ത് ചെയ്തു, വേഗം നോമ്പ് തുറന്നാൾ എന്ത് ചെയ്തു, മഗ്‌രിബ് നിസ്കരിച്ചു, മറ്റേ സുന്നത്ത് നിസ്കരിച്ചു, ബഖാഉൽ-ഈമാൻ നിസ്കരിച്ചു, അവ്വാബി നിസ്കരിച്ചു. പിന്നെ എനിക്ക് വിർദോ വലീഫയൊക്കെ ചെല്ലാണ്ടെങ്കിൽ അത് ചെല്ലി. അപ്പോൾ ഈശാൻ്റെ ബാങ്ക് കൊടുക്കാൻ അടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇറച്ചി പത്തിരി തിന്നു. ഒരു ഇറച്ചി പത്തിരി എന്തും കഴിച്ചു, കുറച്ച് ഇറച്ചി കൂട്ടി കഴിച്ചു. ഇറച്ചി നല്ല ഭക്ഷണമാണ്, പക്ഷെ ആ ഇറച്ചിക്ക് ദഹിക്കാൻ സമയം കൊടുക്കണം. ഇനി നന്നാക്കി കഴിച്ചു, നല്ല വൃത്തിയായി. അതും അമിതമായി കഴിക്കണ്ട, ഉള്ളത് നല്ല വൃത്തിയായി കഴിക്കുക. ഭക്ഷണം കുടിക്കുകയും വെള്ളം തിന്നുകയും ചെയ്യുന്നതാണ് റസൂലുള്ളാഹിന്റെ രീതിയാണ്. മനസ്സിലായോ? ഭക്ഷണം കുടിക്കുക, വെള്ളം തിന്നുക, ഇതാണ് ഭക്ഷണത്തിൻ്റെ ശാസ്ത്രം. തിരിഞ്ഞില്ല, ഇത് റസൂലുള്ളാഹിന്റെ രീതിയാണ്. മനസ്സിലായില്ല? ഭക്ഷണം കുടിക്കാറിനാൽ എന്താ? ഭക്ഷണം കുടിക്കുക, വെള്ളം തിന്നുക, ഇത് റസൂലുള്ളാഹിന്റെ രീതിയാണ്. അതായത് കുടിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. അതായത് അത്രത്തോളം എന്ത് ചെയ്യും, ചവച്ചരക്കും. കുറെ ക്വാണ്ടിറ്റി കയറ്റല്ല വേണ്ടത്, ഉള്ളത് ചവക്കുക. അപ്പോൾ ആമാശയത്തിന് തീരെ പണി ഉണ്ടാവില്ല, കിഡ്നിക്ക് തീരെ പണി ഉണ്ടാവും. ആ കിഡ്നി ഫെയിലിയർ ആവില്ല. കിഡ്നി ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ചവച്ചരക്കൽ കുറഞ്ഞു. സാധനങ്ങൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, പണ്ടത്തെ കാലത്ത് കുറഞ്ഞ ഭക്ഷണമാണ്. അപ്പോൾ ഉള്ളതാണ് ചവച്ച് വൃത്തിയായിട്ടും സന്തോഷത്തിലേ കഴിക്കുള്ളൂ. ഇന്ന് അങ്ങനെ സാധനങ്ങൾ കൂടിയപ്പോൾ ചവക്കാൻ നേരല്ല, മാത്രം സാധനമുണ്ട്. ഈ പ്ലേറ്റ് ഇറച്ചി മുഴുവൻ ഞാൻ തന്നെ തിന്നണ്ടേന്ന് ആലോചിച്ചിട്ട് അപ്പൊ പിന്നെ ചവക്കാൻ നേരല്ല. മറ്റേ അങ്ങനെയല്ല. എൻ്റെ തറവാട്ടിൽ അങ്ങനെ 10-26 ആളാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വെള്ളിയാഴ്ച രാവിലെ ഇറച്ചി വാങ്ങിക്കൊടുത്ത് ഞാനും ഇക്കാക്കിയൊക്കെ, എൻ്റെ ഇക്കാക്ക കാരണം എൻ്റെ അമ്മാൻ്റെ മകനാണ് എൻ്റെ ഇക്കാക്ക, ഒരു വഫാത്തായി, അല്ലാഹുവിற்கு മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ രണ്ടാളും കൂടി ഓടിയിട്ട് രാവിലെ പോയി 3 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ ഇറച്ചിയും കൊണ്ടുവരാം. 1 കിലോ ഇറച്ചി 26 ആൾ. പിന്നെ അതിൽ കൂട്ടം കുടുംബമൊക്കെ വരുന്നുണ്ടാവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ആകെ 1 കിലോ ഇറച്ചി. ഈ 1 കിലോ ഇറച്ചി വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകും. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഇറച്ചിക്കറി കിട്ടുക. ആ ഇറച്ചിക്കറിയിൽ ഒരു കഷ്ണം ഉണ്ടെങ്കിലുണ്ടാവും. അപ്പോൾ ആ ഒരു കഷ്ണം നമ്മൾ എത്ര നേരം തിന്നാലും അത് ചീന്തിയിട്ട് ചവക്കുക. ഒരു കഷ്ണം ഇറത്തി ചീന്തിയെടുത്ത് ചവച്ച് കഴിക്കുക. ഒരു കഷ്ണവും 2 കഷ്ണവും കിട്ടിയ ഭാഗ്യ. കാരണം അത്രയും ആളുണ്ടാവും. ഈ വ്യക്തിക്ക് കിഡ്നിക്ക് ഒരു കേടുമില്ല, ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അന്ന് കിഡ്നിക്ക് ഒരു കേടുമില്ല, പിന്നെയാണ് കിഡ്നിക്ക് കേടുണ്ടായിട്ടുണ്ടാവുക. കാരണം ഈ പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ നല്ലോണം ചവച്ചിട്ടില്ലെങ്കിൽ കിഡ്നിക്ക് വലിയ പണിയുണ്ടാവും. അതാണ് നമ്മളെ ഡയാലിസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം.
തടിയൊക്കെ നാശമായി. അപ്പം ഭക്ഷണം റസൂലുള്ള കുടിക്കുക. അതായത് എന്ത് ചെയ്യും? ചവച്ച് 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 ഭക്ഷണം കുടിക്കും. കുടിച്ചിറക്കാൻ മാത്രം. വെള്ളം കാനയ മുസുൽമാ, ഇതാണ് കളകള. അങ്ങനത്തെ വെള്ളം കുടിച്ചിട്ടില്ല. തിന്നണ മാതിരിയാണ് എന്ത് കുടിക്കുക? വെള്ളം കുടിക്കുക. കാനയ മുസുൽമാ, ഏമ്പണിയ. വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇതാ, ചുണ്ട്. ചുണ്ടറിയാതെ വെള്ളം കുടിക്കാൻ പറ്റില്ല. ചുണ്ട് നനച്ചാൽ ദാഹം തീരും. ചുണ്ട് നനച്ചാൽ മതി, ദാഹം തീരും. ചുണ്ട്, നാവിൻ്റെ പുറം പ്രതലം, അണ്ണാക്കിൻ്റെ അടിഭാഗം, ഈ സ്ഥലത്തേക്ക് വെള്ളം എത്തിയാൽ എന്ത് തീർന്നു? ദാഹം തീർന്നു. അതറിയാതെ അടിക്ക് വെള്ളം വിടരുത്, അങ്ങോട്ട് പോകരുത്. വെള്ളം തിരിഞ്ഞില്ല. എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? വെള്ളം കുടിക്കുമ്പോൾ എവിടെ വെക്കണം? കാരണം മുസുൽമാ, വെള്ളം ഊമ്പി കുടിക്കണം റസൂലയ്യ. അപ്പം തിന്നും പോലെ വെള്ളം കുടിക്കും. ഭക്ഷണം കുടിക്കും, വെള്ളോ തിന്നും. കാനയ മുസുൽമാ, മസ്സാണ്, ഈമ്പി കുടിക്കുക. വെള്ളമില്ലായിട്ടല്ല, അതാണ് രീതി. ആ കിഡ്നിക്ക് കേടുണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മൾ കുടിക്കുന്ന കിഡ്നി കേടാവും. 2 ഗ്ലാസ് വെള്ളം ഒന്നിച്ചു കുടിച്ചാൽ കിഡ്നി കേട് വരും. തിരിഞ്ഞിട്ടില്ല. പഠിച്ചോക്കി, പഠിച്ചു നോക്ക്. ഇന്ന മൊത്തം നോക്കിയ കാര്യമല്ല, പഠിച്ചു നോക്ക്. ഞാനത് പഠിച്ച് പറയാണ്. വെള്ളം, ചില ആളുകളുണ്ടല്ലോ 5 ലിറ്റർ 10 ലിറ്റർ വെള്ളമായിട്ട് കുടിക്കണ്, കിഡ്നി പോവും, ആമാശയം കേടാവും. വെള്ളം എന്താ ചെയ്യേണ്ടത്? മസ്. ഒരാൾ 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ ശാസ്ത്രം പൊട്ട തെറ്റാണ്. അതോ കിഡ്നി ആശാക്കാൻ വേണ്ടി പറയാണ്. വെള്ളം ഇത്രയെന്നില്ല. വെള്ളത്തിൻ്റെ സിഗ്നൽ ബോഡി തരും. അതിനനുസരിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഓരോ ബോഡിയുടെയും ലാംഗ്വേജ് ഓരോന്നാണ്. അപ്പം എൻ്റെ ബോഡിയല്ല എൻ്റെ ബോഡി, മുജീബിൻ്റെ അല്ല എൻ്റെത്, അതല്ല എൻ്റെത്, അതല്ല നിങ്ങളത്, വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവർക്കും ഒരളവിൽ വെള്ളമല്ല. എല്ലാ ഭക്ഷണത്തിനും ഒരളവിലാണോ നമ്മൾ പാത്രത്തിൽ വെള്ളം വേവിക്കുമ്പോൾ വെക്കുക? അല്ല. വെള്ളച്ചോറിൻ്റെ വെള്ളവും നെയ്ച്ചോറിൻ്റെ വെള്ളവും രണ്ടാണ്. നെയ്ച്ചോറിന് പിന്നെയും വെള്ളം മാറിഞ്ഞു വരും, കാരണം നെയ്യുണ്ട്. ആണോ അല്ലേ? പറയും. നെയ്ച്ചോറിന് പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? വെള്ളം പാരും. എല്ലാം ഒരുപോലെ അല്ല. വെള്ളം ശരീരം ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കൊടുക്കുക വേണ്ടത്. അതിൽ വെള്ളത്തിൽ പ്രധാനപ്പെട്ട സ്ഥലം എന്താണ്? ചുണ്ട് നനഞ്ഞാൽ ദാഹം തീരും. ചുണ്ട്, നാവിൻ്റെ മുകൾ ഭാഗം, അണ്ണാക്കിൻ്റെ അടിഭാഗം, ഇതറിഞ്ഞ് ഈ ഏരിയയിൽ വെള്ളമെത്തിയാൽ ദാഹം തീരും. ആ വെള്ളം താഴത്തേക്ക് ഇറക്കിയാൽ മതി, അതിന് കേടുണ്ടാവില്ല. അതാണ് മസ്. ഇനി ഈമ്പണം. കാനയ മുസുൽമാ. ഞാൻ നിങ്ങളോട് പറഞ്ഞതേ, ഇപ്പൊ വെള്ളത്തിന് മേലെ വെള്ളം കുടിക്കുക കിഡ്നിക്ക് കേടുവരും. വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കരുത്തുള്ള സാധനമാണ്. ഏറ്റവും കരുത്തുള്ള സാധനമാണ് എന്ത്? വെള്ളം ഭയങ്കര കരുത്തുള്ള സാധനമാണ്. അത് വളരെ ശ്രദ്ധിച്ചു കുടിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ രീതിയൊക്കെ തെറ്റാണ്, പലതും തെറ്റാണ്. രാവിലെ എണീറ്റാൽ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു, നല്ലത്. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അരമണിക്കൂർ ആവശ്യപ്പെട്ടോ കുടിച്ചോ. എണീറ്റ പാടുണ്ടല്ലോ 3 or 4 വെള്ളം കുടിക്കുക കേടാണ് നിനക്ക്. ആമാശയത്തിന് കേട്, കുടലിന് കേട്, കിഡ്നിക്ക് കേട്, ഒക്കെ കേടാണ്. രാവിലെ എണീറ്റാൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതെന്താണ്? അത് നിൻ്റെ ആമാശയത്തിലുള്ള വൃത്തികേടുകൾ വൃത്തിയായി പോകാനും ആമാശയം വൃത്തിയാകാനും വളരെ നല്ലതാണ്. എണീറ്റാൽ, മനസ്സിലായില്ലേ പറഞ്ഞത്? എണീറ്റാൽ വെള്ളം കുടിക്കുക. ഈ എന്ത് കുലു വഷ്റബു ഹബീബ റസൂൽ പറഞ്ഞ പോലെ ഒരു കാരക്ക കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച്, അക്കലും ഷുർബും. മനസ്സിലായില്ലേ? ഷുർബിനെ മുന്തിക്കുന്നൊരു പരിപാടിയില്ല. ഉദാഹരണം പറയാം, രാവിലെ എണീറ്റു, ഒന്നു ചെയ്തു, വന്നു, ഒരു കാരക്ക കഴിച്ചു, പിന്നെ എന്തും ചെയ്തു, 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുന്നതിൽ കുടിക്കണ്ട, അത് തടിക്ക് കേടുവരും. അതെന്തും അങ്ങനെയാണ്. കുലു വഷ്റബു, ആദ്യം തിന്ന പിന്നെ കുടിക്കുക. എല്ലാം അങ്ങനെ. 1 കാരക്കയിലും കഴിക്കുക. 1 കാരക്കയിലും കഴിക്കുക, ഒറ്റ കാരക്ക. ഈ വെറും വയറ്റിലാണ്, ഇത് വെറും വയറ്റിനാണോ? അതെ,
ഒരൊറ്റക്കാരക്കെങ്കിലും കഴിക്കുക, ഒരൊറ്റക്കാരക്കെങ്കിലും കഴിക്കുക. ഒരു കാരക്ക, അത് ആയത്തിന് വഴിപ്പെട്ടാൽ അതിൽ ഖൈറേ ഉള്ളൂ. കുലു വഷ്റബു, കുലു വഷ്റബു, സ്വർഗത്തിലും കുലു വഷ്റബു അസ്ലഫ്തും ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അപ്പോൾ ഞാൻ തിരിച്ചു വരി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? രാത്രി 8 മണിയോടുകൂടെ ഭക്ഷണം ഒഴിവാക്കുക, പൂർണ്ണമായി ഒഴിവാക്കുക. പരിമിതമായ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളവും അനാവശ്യമായി വേണ്ടി വരില്ല. പിന്നെ ഉറങ്ങുക, പിന്നെ സുബഹിക്ക് എണീറ്റ് അത്താഴം കഴിക്കുക. അത്താഴം ഭക്ഷണം എന്താക്കാതിരിക്കുക, അരി ഭക്ഷണമോ ഗോതമ്പ് ഭക്ഷണമോ ആകാതിരിക്കാൻ പരമാവധി നോക്കുക. ഇപ്പൊ കാരക്ക കഴിച്ചു, വെള്ളം കുടിച്ചു, നല്ലതാണ്. ഇനി അതല്ല വേറെ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ലതാണ്, അത് വളരെ നല്ലത്. ആമാശയത്തിനെ നന്നാക്കും, കുടലിനെ നന്നാക്കും, ഇതിനൊക്കെ പറ്റും. കരുത്തുണ്ട്, പരിധി വിട്ട് പോകണ്ട. ഒരു 7 കാരക്ക കഴിച്ചു. ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലക്ക് 3 മതിയാവും. ഒരു 7 അജുവാക്കാരൊക്കെ കിട്ടിയെങ്കിൽ, അജുവ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ അജുവ കിട്ടും. അതിന് വലിയൊരു പരിധി വിട്ടൊരു വിലയില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അജുവ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട കാരക്കയാണ് ഏത്? അജുവ. കാരക്കയിൽ ഏറ്റവും അഫ്ളൽ എന്തുവാണ്? ഉണക്കക്കാരക്കയാണ്, ഈത്തപ്പഴമല്ല. ഏറ്റവും അഫ്ളൽ ഉണക്കക്കാരക്കയാണ്. ഈ ഉണക്കക്കാരക്കൻ ഒരു ശൈലിയും പറ്റും. എന്ത്? ഉണക്കക്കാരക്ക ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിൽ ഇപ്പോഴത്തെ കാലത്ത് മുഴുവനും കൂടി വിശ്വസിക്കാൻ പറ്റില്ല, പഞ്ചസാര കൂട്ടിയിട്ട് കയറ്റുന്നതുമുണ്ട്. അപ്പോൾ ഈ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടുക. അതെന്ത് സാധനം നേരത്തെ വെള്ളത്തിലിട്ടുക? മനസ്സിലായില്ല? എന്ത് സാധനം നേരത്തെ വെള്ളത്തിലിടുക? ഉദാഹരണം, ഞാൻ അപ്പം മുന്തിരി തിന്നു പറഞ്ഞില്ലേ, ഈ മുന്തിരി നേരത്തെ എന്ത് ചെയ്യുക? ഒരു 3 മണിക്കൂർ മുമ്പ് കുറച്ച് ഉപ്പും കൂട്ടി വെള്ളത്തിലിട്ടണം. ഉപ്പ് ഏത് കേടിനും കളയുന്ന സാധനമാണ്. എന്ത്? ഉപ്പ്. ഒരു ഉപ്പും കൂട്ടി വെള്ളത്തിലിടുക. എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി കഴുകി അത് കഴിച്ചോ. പോകാവുന്നത്ര കേടയിൽ പോവും. എന്തൊക്കെ രാസപദാർത്ഥങ്ങളാണ് ഈ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് മുന്തിരിയൊക്കെ തോടോടുകൂടി കഴിക്കുന്നതാണ്. ഓറഞ്ച് പോലെയല്ല, ഓറഞ്ചിനൊക്കെ ഒരു പരിധിയുണ്ട്. അതേസമയത്ത് നേരെ മുകൾ ഭാഗത്തേക്ക് രാസപദാർത്ഥങ്ങൾ പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ് എന്ത്? മുന്തിരി. അപ്പോൾ മുന്തിരിയൊക്കെ കുറച്ച് നേരത്തെ വെള്ളത്തിൽ 3 മണിക്കൂറെങ്കിലും. കല്ലുപ്പ്, എന്തുപ്പല്ല, കല്ലുപ്പ്, പൊടിപ്പല്ല. പൊടിപ്പ് രാസപദാർത്ഥമാണ്, വേറൊരു കെമിക്കലാണ്. ഇന്നത്തെ കാലത്ത് കിഡ്നിയൊക്കെ സംരക്ഷിച്ച് പോകുക തന്നെ തൗഫീഖാണ്. ഒരു കിഡ്നി ബാക്കിയായാൽ അൽഹംദുലില്ലാഹ് എന്നറിയാം. ഇന്നത്തെ കാലത്ത് മനസ്സിലായില്ലേ? 8 മാസമായ കുട്ടിക്ക് ക്യാൻസറായ സംഭവം ഇപ്പം ഈ മജ്‌ലിസിൽ എവിടെ ചോരെ ഒരാൾ പറഞ്ഞു, 8 മാസമായ കുട്ടി ക്യാൻസറാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇത് കുറച്ച് നല്ല കല്ലുപ്പ് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ആ പൊടി ഇപ്പോൾ അല്ലെങ്കിൽ മറ്റവും പറ്റും. എന്ത്? റോക്ക് സാൾട്ട്, അതാണ് ഏറ്റവും അഫ്ളൽ. അത് കൂട്ടിയിട്ട് വെള്ളത്തിലിട്ട് മുന്തിരിയാണെങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, എന്നിട്ട് അത് കഴിച്ചോ. കുറച്ച് മുന്തിരി, കുറച്ച് വെള്ളം കുടിച്ചോ. അൽഹംദുലില്ലാഹ്, നല്ല കരുത്തുണ്ടാവും ശരീരത്തിന്, നല്ല കരുത്തുണ്ടാവും. നോമ്പണ കഴിയുമ്പോഴത്തേനും ബോഡി നിന്നോ, സൗന്ദര്യം വർദ്ധിക്കും. സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകളൊക്കെ തിന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും കൂടി വാക്ക് അവിടെ കയറ്റിയത്. സൗന്ദര്യം വർദ്ധിക്കും. ഫ്രൂട്ട്സ് കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും. മനുഷ്യന് ബോഡിയൊക്കെ നല്ല സിസ്റ്റത്തിലാവും. നല്ല എന്താണെങ്കിലും നിങ്ങൾ തീറ്റ കുറച്ചാണ്. അപ്പോൾ കൂടുതൽ പണിയില്ല, അധ്വാനമില്ല, ആമാശയത്തിനൊന്നും കാര്യമായി പണിയില്ല, ക്ഷീണവും ഇല്ല. പിന്നെ അതൊന്ന് ക്ലിയറാക്കാൻ കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അത് ക്ലിയറാക്കാൻ കഴിഞ്ഞാൽ, അതായത് ഈ കൊല്ലത്തെ നോമ്പിന് ഞാൻ കുറച്ചേ കഴിക്കൂ എന്നാണ് നിയത്തി. കണ്ടത് മുഴുവൻ വലിച്ചു വലി തിന്നണ്ട. ബിരിയാണി തിന്നും വേണ്ട, ബിരിയാണി വേണ്ട, എന്താ പറയുക, മന്തി വേണ്ട, ഒന്നും വേണ്ട, അക്കടെ ഒഴിവാക്കുക. പിന്നെ ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. ഒരാൾക്ക് ഒരു ദിവസം കാരക്ക കഴിച്ചു, ഒരാഴ്ച ദിവസം അണ്ടിപ്പരിപ്പ് കഴിച്ചു, ഒരു പിന്നെ ഉണക്കമുന്തിരി കഴിച്ചു. ഉണക്കമുന്തിരിയൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക, കഴുകുക, എന്നിട്ട് വെള്ളം മാറ്റിയിട്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി കഴിക്കുക. നല്ലതാണ്, നല്ലോണം വയറ്റിന്ന് പോകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേടൊക്കെ പോവും. ഇണക്കിടക്ക് കഴിക്കുക. കക്കിരി കഴിക്കുക,
ഒരു ദിവസം അങ്ങനെ കഴിക്കുക. കക്കിരി അതൊക്കെ അത്ര വലിയ വിലയൊന്നുമില്ലല്ലോ. കക്കരി സ്ലൈസ് ആക്കിയിട്ട് കക്കരി കഴിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, മതി. അത്താഴത്തിന് നല്ല കരുത്തുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യാവുന്ന കാര്യമല്ലേ. ഒരു റുമ്മാൻ പഴം കഴിക്കുക, റുമ്മാനും വലിയ വിലയാണ്, അപ്പം എന്നാൽ ഒന്ന് വാങ്ങിയാൽ മതി. ഒരു കക്കരിയും കുറച്ച് റുമ്മാനും ഒരു വീട്ടിലുള്ളവർക്ക് അത് മതിയാവും. അത് എമ്മത്തെ അവസാനിപ്പിച്ചു, ഇനിയൊന്നും വേണ്ട. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 10 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്തു, ഒരു ഭക്ഷണം നന്നാക്കി ഇറച്ചിയും പൊറാട്ടയും കൂടിയും പിന്നെ അത്താഴത്തിന് നേരം കഴിച്ചു, അപ്പം പ്രശ്നമൊന്നുമില്ല. ഒരു 10 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല മനുഷ്യന് കൊതി. അത് ചെയ്തോ, കുഴപ്പമില്ല. അവിടെയും കൃത്രിമമായ ഭക്ഷണങ്ങൾ കൂട്ടരുത്.